ഉണക്ക ചെമ്മീൻ കയ്യിലിരിപ്പുണ്ടോ? എന്നാൽ പിന്നെ ദാ ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കിക്കോ. ചോറിനും കഞ്ഞിക്കും വേറെ ഒന്നും വേണ്ട കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവ കൊണ്ട് കൂടുതൽ രുചിയിൽ എളുപ്പത്തിലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതാ ഇന്നിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ ഉണക്ക ചെമ്മീനാണേ. അപ്പം നമ്മൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതിനെ കൊഞ്ചുപൊടി എന്നും പറയും, ചിലയിടത്ത് കൂനിപ്പൊടി എന്നും പറയും. അപ്പം നമ്മളിതൊരു പാക്കറ്റിലുള്ളതാണ് വാങ്ങിയത്, അതുകൊണ്ട് തന്നെ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ തൂക്കി വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം നല്ല പൊടിയും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നല്ല രീതിക്കൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് നേരം കൊഞ്ചുപൊടി ഇങ്ങനെ വെള്ളത്തിലിടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ 3-4 വെള്ളം ഒന്ന് കഴുകിയെടുത്താൽ മതിയേ. കഴുകി തോർത്തി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ലാസ്റ്റ് അതിൻ്റെ അടിയിൽ തന്നെ മണ്ണെല്ലാം വരും. അങ്ങനെ തന്നെ നമ്മുടെ കൊഞ്ചുപൊടിയെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് തോരൻ വയ്ക്കാനായിട്ട് ഒരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടി ഇത് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് കൊടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ കടുകൊക്കെ നല്ലോണം ചൂടായി പൊട്ടി വരുന്നുണ്ട്. ഈ കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ തോരൻ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് തട്ടി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ്റെ പൊടിക്കനുസരിച്ച് വേണം കേട്ടോ സവാള എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൂടെ ഇട്ടിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴുണ്ടല്ലോ ഇതൊന്ന് വാടി വരുമല്ലോ. ആ വാടി വരുന്ന ഒരു പരുവം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഉണക്കമീനൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ആദ്യമേ വാരിക്കോരി ചേർക്കരുത്. ചില മീനിൽ ഉപ്പ് കൂടുതലായിരിക്കും. പിന്നെ കൊഞ്ചുപൊടിയിലൊന്നും വലിയ ഉപ്പ് വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഗരം മസാല ഇടുമ്പോഴാണ് ഇതിനും ടേസ്റ്റ് കൂടുന്നത്. ഇനി നമുക്ക് ഈ സവാളയും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ആ ഉള്ളിയുടെയും ചെമ്മീൻ്റെയൊക്കെ കളറൊക്കെ മാറി കംപ്ലീറ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം അതിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 1 മിനിറ്റോ 2 മിനിറ്റോ ഇതൊന്ന് അടച്ച് വെക്കാം. ആവിയിലിരുന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ അടച്ച് വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇത്തിരി തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതാ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കൊഞ്ചുപൊടിയൊക്കെ അത് നന്നായിട്ട് വെന്ത് നല്ല രീതിക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും കരിവേപ്പിലയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് നേരം നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ആ തേങ്ങയുടെ അരപ്പ് ഒന്ന് ചൂടായി കിട്ടാനുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കൊഞ്ചുപൊടി തോരനൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും ഈ ഒരു തോരൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.